ഹൈ ഗൈസ് വെൽക്കം ബാക്ക്. സോ ഈ ഒരു വീഡിയോയിൽ എൻ്റെ P&L ആണ് ഷെയർ ചെയ്യുന്നത്. ഡേ 1 മുതൽ ഡേ 1 എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പോസ്റ്റ് ചെയ്തിരുന്നു. അന്ന് മുതൽ കഴിഞ്ഞ ദിവസം വരെയുള്ള വെരിഫൈഡ് P&L. അപ്പോൾ എന്തുകൊണ്ട് ഷെയർ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഒരു ട്രാൻസ്പെറൻസിക്ക് വേണ്ടി മാത്രമാണ്. അതുകൂടാതെ ഇനി മുതൽ ലൈവ് ട്രേഡിംഗ് വീഡിയോസ് ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാകില്ല. എല്ലാ അപ്ഡേറ്റ്സും ഞാൻ ഇനി സ്റ്റുഡൻസ് ഗ്രൂപ്പിൽ മാത്രമേ ഷെയർ ചെയ്യുള്ളൂ. പബ്ലിക്കലി ഞാൻ ഷെയർ ചെയ്യില്ല. പക്ഷേ ഫോറക്സ് വീഡിയോസ് എന്തായാലും ഉണ്ടാവും. ഫോറക്സ് ലൈവ് ട്രേഡിംഗ് വീഡിയോസ് എന്തായാലും ഞാൻ പോസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ സ്റ്റുഡൻറ്റ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ MDJ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ നമുക്ക് P&L ഞാനിവിടെ ആദ്യം എൻ്റെ എക്സൽ ഷീറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ വെരിഫൈഡ് P&L ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് എൻ്റെ ഈ ഒരു ബ്രോക്കറിൽ ഫയേഴ്സ് ബ്രോക്കറിൽ മാത്രം ട്രേഡ് ചെയ്ത ഡീറ്റെയിൽസ് ആണ്. ഞാൻ വേറെ ബ്രോക്കേഴ്സും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു എക്സൽ ഷീറ്റിൽ ഡേ 1 മുതലുള്ളത് ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഡേ 52 വരെയുള്ളത്, കഴിഞ്ഞ ദിവസം വരെയുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ ഏകദേശം ഒരു ഡേ 40 വരെയുള്ള 40 ദിവസത്തെ എല്ലാ ലൈവ് ട്രേഡിംഗ് വീഡിയോസ് റെക്കോർഡ് ചെയ്ത് കണ്ടിന്യൂസ്ലി ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഗ്യാപ്പ് എടുത്തു, കാരണം ഫോറക്സ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ. പക്ഷെ ആ ഒരു ഗ്യാപ്പ് എനിക്ക് ഗുണം മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം എനിക്ക് യാതൊരു ഡിസ്ട്രാക്ഷൻസും ഇല്ലാതെ കോൺസെൻട്രേഷൻ ചെയ്ത് ട്രേഡ് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതും ഒരു റീസൺ ആണ് ഞാനിനി ലൈവ് ട്രേഡിംഗ് പോസ്റ്റ് ചെയ്യാത്തത്. റൈറ്റ്, അപ്പോൾ ടോട്ടൽ P&L കാണാം. അപ്രോക്സിമേറ്റ്ലി ഇതാണ്. ഡീറ്റെയിൽസ് അവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവർ വെരിഫൈഡ് P&L നോക്കിയാൽ മനസ്സിലാവും. ഇതിൽ കുറച്ച് അധികം കാണും, മേ ബി കുറച്ച് എക്സ്ട്രാ ട്രേഡ് ഓപ്ഷൻ സെല്ലിംഗ് ഒക്കെ അതിനെ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കൂടിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു എക്സലിൽ ആ ഒരു ചാർട്ടിൻ്റെ ഒരു ഗ്രോത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അല്ല, നേരെ അപ്പ് സൈഡിലോട്ടാണ്. പക്ഷേ ബിഗിനിങ്ങിൽ എൻ്റെ സ്റ്റാർട്ടിങ് കരിയറിലൊക്കെ അങ്ങനെയൊന്നും ആയിരുന്നില്ല ചാർട്ടുണ്ടായിട്ട്. പ്രോഫിറ്റ് എടുക്കും, വലിയ നഷ്ടം വരും, പിന്നെ ചെറിയ പ്രോഫിറ്റ് എടുത്ത് മുകളിലോട്ട് വരും, പിന്നെ വലിയ നഷ്ടം വരും. ഈ രീതിയിലുള്ള ചാർട്ടുകളാണ് എൻ്റെ ബിഗിനിങ് കരിയർ സ്റ്റേജിൽ ആദ്യത്തെ കുറച്ച് വർഷങ്ങൾ ഉണ്ടായിരുന്നത്. റൈറ്റ്, അപ്പോൾ ഇപ്പോൾ ഞാൻ കൺസിസ്റ്റൻ്റ്ലി പ്രോഫിറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിലുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഫോക്കസ് ചെയ്യുന്ന, അല്ലെങ്കിൽ എന്നെ സഹായിച്ച കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒന്ന് ഷെയർ ചെയ്യാം. മേ ബി അത് ഹെൽപ്പ് ചെയ്യും. റൈറ്റ്, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വാസം, ബിലീഫ്. റൈറ്റ്, നമ്മളെ വിശ്വസിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. റൈറ്റ്, നമ്മളുടെ ടെക്നിക്കൽ അനാലിസിസ് ആണെങ്കിലും ശരി, നമ്മുടെ സ്കില്ലാണെങ്കിലും ശരി, ഒരു പേഴ്സണൽ ബിലീഫ് എപ്പോഴും അവിടെ ഉണ്ടായിരിക്കും. ഞാൻ പറയുന്നത് ആ ഒരു ഇതാണ് ഒരു ഫസ്റ്റ് കാര്യം വേണ്ടത്. നിങ്ങൾക്കൊരു സ്വന്തമായിട്ടൊരു സ്ട്രോങ് ബിലീഫ് ഉണ്ടായിരിക്കുക എന്നുള്ളത്. പിന്നെ രണ്ടാമത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ ട്രേഡിങ്ങിലോട്ട് കൊണ്ടുവരേണ്ടതാണ് ഡിസിപ്ലിൻ. ഇതില്ലാതെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റില്ല. മേ ബി നിങ്ങൾ ഷോർട്ട് ടേമിൽ സക്സസ് ആവും, പക്ഷേ ലോങ് ടേമിൽ സക്സസ് ആവാൻ ഈ ഒരു കാര്യം നിർബന്ധമാണ് ട്രേഡിങ്ങിൽ. അതില്ലാതെ നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾ അത് മനസ്സിലാക്കുക. എത്രയും പെട്ടെന്ന് ഡിസിപ്ലിൻ കൊണ്ടുവരാൻ വേണ്ടി നോക്കാം. പിന്നെ നമുക്ക് പറയാനുള്ളത് പ്രിപ്പറേഷൻസ്. റൈറ്റ്, പ്രിപ്പറേഷൻസ്, അതായത് ഓരോ ട്രേഡിങ്ങിലും നമ്മൾ ഒരു ട്രേഡ് എടുക്കുന്നതിന് മുൻപ്, ഒരു ട്രേഡിംഗ് ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ 100% പ്രിപ്പറേഷൻ അവിടെ കൊടുക്കുക. നിങ്ങളുടെ പ്രീ മാർക്കറ്റ് അനാലിസിസ് ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. റൈറ്റ്, അവിടെ നമ്മൾ എവിടെ സെൽ എൻട്രി എടുക്കണം, എവിടെ ബൈ എൻട്രി എടുക്കണം, എവിടെ നിന്ന് അപ്പ് സൈഡ് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഒരു പ്ലാൻ എപ്പോഴും തയ്യാറാക്കുക. ആ ഒരു പ്ലാനിൽ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ വിശ്വസിക്കുക. റൈറ്റ്, മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടതാണ്. ഞാൻ പറയുന്നത് ഒരു 100% നിങ്ങളുടെ പ്രിപ്പറേഷൻസിൽ കൊടുക്കുക. 100% കൊടുക്കാതെ നിങ്ങൾ ട്രേഡിംഗ് ചെയ്യരുത് എന്ന ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സക്സസ് ആവാൻ വേണ്ടി പറ്റും. സോ 100% കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഒരു ദിവസം പ്രിപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ ഞാൻ ആ ഒരു ദിവസത്തെ ട്രേഡ് അവോയ്ഡ് ചെയ്യുന്ന ഒരാളാണ്. എല്ലാ ദിവസവും കറക്റ്റായിട്ട് പ്രിപ്പറേഷൻ ചെയ്തിട്ടാണ് വരുന്നത്. പിന്നെ നമുക്ക് പറയാനുള്ളത്, ഞാൻ ഫോളോ ചെയ്യുന്നത് ലിമിറ്റഡ് ട്രേഡ്സ്. ലിമിറ്റഡ്, അതായത് ട്രേഡ്സിൻ്റെ എണ്ണം കുറക്കുക എന്നതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഒരുപാട് ട്രേഡ് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മളെപ്പോഴും ഒരു ഹൈ പ്രോബബിലിറ്റി, നല്ല സാധ്യത തരുന്ന ട്രേഡ്സുകൾ മാത്രം ഫോക്കസ് ചെയ്യും. ഹൈ പ്രോബിലിറ്റി ട്രേഡുകൾ, അതിൽ ഒരു കാര്യമുണ്ട്. ഇതിന് ഹൈ പ്രോബിലിറ്റി സെറ്റപ്പ് പറയുന്ന സമയത്ത് നമ്മൾക്ക് മനസ്സിലാകുന്ന ഹൈ പ്രോബിലിറ്റി സെറ്റപ്പ് അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമുക്കിപ്പോൾ മാർക്കറ്റ്, ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ ദിവസത്തെ ബാങ്ക് നിഫ്റ്റി ചാർട്ട് നോക്കുവാണെങ്കിൽ എൻ്റെ വ്യൂ ബുള്ളിഷ് ആണെങ്കിൽ തന്നെ, പക്ഷേ മാർക്കറ്റിൽ ഇനീഷ്യലി വലിയൊരു മൂവ്മെന്റ് നടത്തി. പക്ഷേ അതെനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയില്ല. പക്ഷേ അത് ഫൈൻ, എനിക്ക് മനസ്സിലാകും. ഞാൻ കഴിഞ്ഞ ദിവസം ട്രേഡ് എടുത്തത് മാർക്കറ്റിൽ അപ്പ് സൈഡ് ബ്രേക്ക്ഔട്ട് നടത്തി, പിന്നെ തിരിച്ചു വന്ന് ഒരു ട്രാപ്പ് ക്രിയേറ്റ് ചെയ്ത് ഇവിടെ നിന്നാണ് ഞാനൊരു ബൈ എൻട്രി എടുത്തിരുന്നത്.
കാരണം എനിക്ക് ആ ഒരു മൂവ്മെന്റ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതൊരു ഹൈ പ്രോബബിലിറ്റി സെറ്റപ്പ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ നമ്മൾ മാർക്കറ്റിൽ ഉണ്ടാകുന്ന എല്ലാ മൂവ്മെന്റുകളും നമ്മൾ തേടി പിടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് മനസ്സിലാകുന്ന ഹൈ പ്രോബബിലിറ്റി സെറ്റ്. അതിനുവേണ്ടി നമ്മൾ പേഷ്യൻസോട് വെയിറ്റ് ചെയ്തിരിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ മാർക്കറ്റ് തന്നെ നമുക്ക് തരും. സോ ആ ഒരു പേഷ്യൻസ് നമുക്ക് അവിടെ ഉണ്ടായിരിക്കാം. ഒരുപാട് ട്രേഡ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇമ്പോർട്ടൻറ്റ് കാര്യം. പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഒരു ക്ലിയർ പ്ലാൻ. ഓൾറെഡി പറഞ്ഞാണ്, ഒരു ക്ലിയർ പ്ലാൻ നമുക്ക് അവിടെ ഉണ്ടാകും. എപ്പോഴും ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. അത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. പിന്നെ ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യമാണ് ഓരോ ട്രേഡ് എടുക്കുമ്പോഴും ലോസ് ഡിഫൈൻ ചെയ്യുക. ഡിഫൈൻഡ് ലോസ്, ഒരു ലോസ് ഉണ്ടായിരിക്കും എൻ്റെ മനസ്സിൽ. ഇത്ര എമൗണ്ട് ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ബാങ്ക് നിഫ്റ്റിയിലാണ് ട്രേഡ് എടുക്കുന്നതെങ്കിൽ അപ്രോക്സിമേറ്റ്ലി എൻ്റെ മനസ്സിലുള്ളത് 100 പോയിന്റുമാണ് മാക്സിമം ലോസ്. അതിൽ കൂടുതൽ അക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഡേഞ്ചർ ആണെന്നുള്ളതാണ്. ലൈക്ക് ഇപ്പം നമ്മളൊരു ഒരു കാർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾ മുൻപിൽ കയറി വരുവാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് അമർത്തും. അത് എന്താണ്, നമുക്കറിയാം, നമ്മുടെ ബ്രെയിനും അറിയാം അത് ഡേഞ്ചർ ആണ് ബ്രേക്ക് അമർത്തിയില്ലെങ്കിൽ. അതുപോലെ തന്നെയാണ് നമ്മൾ ട്രേഡിങ്ങിലും അതേ ആറ്റിറ്റ്യൂഡാണ് കൊണ്ടുവരേണ്ടത്. ഒരു നിശ്ചിത എമൗണ്ട് അതിൽ കൂടുതൽ ലോസ് നമ്മൾ അലോ ചെയ്യരുത്. അത് നമ്മൾ നമ്മുടെ ബ്രെയിനിനെ ശീലിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചെയ്യേണ്ടത്. അത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ബ്രെയിന് മനസ്സിലാവും, ഓക്കെ ഇന്ന ലെവലിൻ്റെ താഴെ വരുന്ന സമയത്ത് അത് ഡേഞ്ചർ ആണ്, സോ ലോസ് ബുക്ക് ചെയ്യാന്നുള്ളത്. അങ്ങനെ ലോസ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ടാർഗറ്റ്. സോ ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ടാർഗറ്റ് ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നതിന് പകരം ഒരു റിയലിസ്റ്റിക് ടാർഗറ്റ് എപ്പോഴും അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അല്ലാതെ 1,00,000 രൂപ ഇട്ടിട്ട് 10,00,000 രൂപ ഒരാഴ്ച കൊണ്ട് ആക്കണം എന്ന് പറയുന്നതിന് പകരം ഒരു റിയലിസ്റ്റിക് ടാർഗറ്റ് എപ്പോഴും ഞാൻ അതാണ് ഫോളോ ചെയ്യാറ്. നിങ്ങൾ എൻ്റെ ലൈവ് ട്രേഡിംഗ് വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് ട്രേഡുകൾ കൺസിഡർ ചെയ്യാറുള്ളത്. പിന്നെ കൺസിസ്റ്റൻസി, റൈറ്റ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ക്വിക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ ബിഗ് പ്രോഫിറ്റ് ഷോർട്ട് ടൈമിൽ എന്നതിന് പകരം കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി ശ്രമിക്കാം. അത് നിങ്ങൾ ഒരുപാട് ഡിസിപ്ലിൻ കൊണ്ടുവരും മാർക്കറ്റിൽ. ഓക്കെ, സോ പിന്നെ നമുക്ക് പറയാനുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ ഫോളോ ചെയ്യുന്നതാണ് മാർക്കറ്റിനെ ചേസ് ചെയ്യാതിരിക്കാം. നോ ചേസ്, റൈറ്റ്. അതായത് നമ്മളെ ടെംപ്റ്റ് ചെയ്യിപ്പിക്കാനുള്ള മൂവ്മെന്റുകൾ മാർക്കറ്റ് എപ്പോഴും തരും. നമ്മൾ ചാർട്ടുകൾ നോക്കിയാൽ മനസ്സിലാവും. വളരെ ശക്തമായിട്ടുള്ള മൂവ്മെന്റ്, ബ്രേക്ക് ഔട്ടുകളൊക്കെ തരും. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ മാർക്കറ്റിനെ ചേസ് ചെയ്യാതിരിക്കാം. ഞാൻ അത് ഒരിക്കലും ചെയ്യാത്തൊരു കാര്യമാണ്. ഇവൻ പലപ്പോഴും അതിനോട് ചോദിച്ചിട്ടുണ്ട്, ബ്രോ ക്വസ്റ്റ്യൻ ചോദിച്ചാണ്, ഇവിടെ എന്തുകൊണ്ട് എടുത്തില്ല, ഇവിടെ എന്തുകൊണ്ട് എടുത്തില്ല. ഇതുപോലുള്ള മൂവ്മെന്റുകൾ വരുന്ന സമയത്തായി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും. മാർക്കറ്റ് ഒന്ന് കാം ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. ഇങ്ങനെയുള്ള ഈ ഒരു കാര്യം ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓവർ ട്രേഡിങ് കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ. ഇവൻ പലപ്പോഴും പല ആൾക്കാരും എന്നോട് പറയുന്ന ഒരു കാര്യമാണ്, ഈ പറയുന്ന എൻ്റെ പഴയ സ്റ്റുഡൻസ് ആണെങ്കിലും ശരി, പലപ്പോഴും അവർ കൂടുതലും ട്രാപ്പ് ആവുന്ന ഇതുപോലുള്ള ബിഗ് ക്യാൻഡിൽസ് വരുന്ന സമയത്താണ്. അവർ പെട്ടെന്ന് കയറി ട്രേഡുകൾ കൺസിഡർ ചെയ്യാറുണ്ട്. അപ്പോൾ അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. വലിയ മൂവ്മെന്റ് വരുന്ന സമയത്ത് വെയിറ്റ് ചെയ്തിരിക്കാം. പിന്നെ നമുക്ക് പറയാനുള്ളത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് നമ്മുടെ ഇമോഷൻസിന്റെ കാര്യം. നമ്മുടെ ഇമോഷൻസ് എങ്ങനെ കൺട്രോൾ ചെയ്യാം, അല്ലെ? നമുക്ക് എല്ലാവർക്കും ഇമോഷൻസ് ഉണ്ട്, അത് കൺട്രോൾ ചെയ്തിരിക്കണം. കൺട്രോൾ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ നമുക്കത് ഒരു ലൈൻ ഡ്രോ ചെയ്ത് നമുക്ക് അവിടെ കൺട്രോൾ ചെയ്യാം. അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം, റൈറ്റ്. ഈ പറയുന്ന ഫിയർ ആണെങ്കിലും ശരി, ഗ്രീഡ് ആണെങ്കിലും ശരി, എല്ലാവർക്കും വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പം അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഞാനത് മാക്സിമം ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈവൻ ഈ കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ലൈവ് ട്രേഡിംഗ് വീഡിയോസിന്റെ സീരീസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, റൈറ്റ്. അപ്പം അതിൽ നിന്ന് എടുത്ത കാര്യങ്ങളാണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ ഐ ട്രസ്റ്റ് മൈസെൽഫ്. എനിക്ക് വിശ്വാസമാണ് എന്നെ. എൻ്റെ ടെക്നിക്കൽ അനാലിസിസിനെ, ഞാൻ യൂസ് ചെയ്യുന്ന ടൂൾസ്, ഞാൻ യൂസ് ചെയ്യുന്ന ക്യാൻഡിൽ സ്റ്റിക്ക് എല്ലാം എനിക്ക് വിശ്വാസമാണ്. അതിൽ നിന്ന് ഞാൻ തെറ്റ് വരുത്തിയാൽ പോലും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ തന്നെയാണ്. ഐ ടേക്ക് റെസ്പോൺസിബിലിറ്റി, റൈറ്റ്. ഞാൻ മാർക്കറ്റ് കുറ്റം പറയില്ല, എൻ്റെ ഇമോഷൻസിനെ കുറ്റം പറയില്ല, വേറൊരാളെ കുറ്റം പറയില്ല, ആരെയും കുറ്റം പറയില്ല. ഐ ടേക്ക് റെസ്പോൺസിബിലിറ്റി ആൻഡ് ഓൾസോ ഐ ട്രസ്റ്റ്. ഓക്കെ, സോ അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ മേ ബി നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. സോ ബൈ ബൈ.